സാലറി 20,000, EMI 25,000, അല്ലെങ്കിൽ സാലറി 2 lakhs, ആ ഒരു മാസത്തെ ലൈബിലിറ്റി എന്ന് പറയുന്നത് 2 ലക്ഷം. ആക്ച്വലി ഇതാണ് ഇന്നത്തെ യങ് വർക്കിംഗ് പ്രൊഫഷണലുകളുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോൺ EMI, വെഹിക്കിൾ EMI, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് ബിൽസ്, സബ്സ്ക്രിപ്ഷൻസ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, അങ്ങനത്തെ OTT പ്ലാറ്റ്ഫോം സബ്സ്ക്രിപ്ഷൻസ്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എമൗണ്ട് ബേൺ ചെയ്യുന്നത്. അത് മാത്രമല്ല ഫാമിലി എക്സ്പെൻസസ്, റെന്റ്, കറണ്ട് ബില്ല്. ശരിക്കും സാലറിയുടെ കുറവിന്റെ പ്രോബ്ലം ആണോ അതോ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ? ആക്ച്വലി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പ്രോബ്ലം. 20,000 സാലറി ഉള്ളവനും 1 കോടി സാലറി മാസം മേടിക്കുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. അതായത് അവർക്ക് കിട്ടുന്ന ഇൻകം എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ലൈബിലിറ്റി ആണ് അവർ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സെലിബ്രിറ്റീസ് എടുത്താൽ പോലും അവർക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ. നമ്മളാരും ഈ എഡ്യൂക്കേഷനിൽ നമ്മൾ പോയ സ്കൂള്, കോളേജുകളിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അവബോധമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇതിന് വേറെ സൊല്യൂഷൻസ് ഒന്നുമില്ല. നമ്മൾ ന്യൂ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണുകളിൽ വീഴാതിരിക്കുക, പിന്നെ വേറെ മറ്റ് ലോണുകളൊന്നും എടുക്കാണ്ടിരിക്കുക, പിന്നെ ന്യൂ റിലീസ് ആവുന്ന സ്മാർട്ട് ഫോൺസ് അതൊക്കെ കുറച്ച് കാലത്തേക്ക് നമ്മൾ വേണ്ടാന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ന്യൂ പോസിബിലിറ്റീസ് നോക്കുക, പിന്നെ ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മോചനം എന്ന് പറയുന്നത്.